സംസ്കാരങ്ങളുടെ ഒരു സംഗമ കേന്ദ്രമാണ് മർക്കസ് നോളജ് സിറ്റി. ഈ നോളജ് സിറ്റി സന്ദർശിക്കാൻ വേണ്ടിയും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുന്നവരും അതുപോലെ ഇവിടുത്തെ ജീവനക്കാരും ആശുപത്രിയിലെ രോഗികളും ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷണമാണ് ഷൊർബ ഔഷധക്കഞ്ഞി. ഈ ഔഷധക്കഞ്ഞി ഷൊർബ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഷൊർബ ഹാനയും ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. സവിശേഷമായ സ്വാദിഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഷോർബയുടെയും ഷോർബഹാനയുടെയും വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഷോർബഹാന അഡ്മിനിസ്ട്രേറ്റർ ഷഫീഖ് സക്കാഫി ഐക്കരപ്പടി നമ്മോടൊപ്പമുണ്ട്. തീർച്ചയായും ദിനേനെ ഒരുപാട് മനുഷ്യന്മാർ വരുന്നൊരിടമാണ്. ജോലിക്കായിട്ടും സന്ദർശനത്തിനായിട്ടും ആശുപത്രിയിലായിട്ടും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ ഷോർബ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? നമ്മളിവിടെ വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഷോർബ വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന യാത്രക്കാർ, അതുപോലെ ഹോസ്പിറ്റലിലെ രോഗികൾ, പിന്നെ അവരുടെ കൂട്ടിരിപ്പുകാർ, പിന്നെ ഇവിടുത്തെ ജീവനക്കാർ എല്ലാവർക്കും രാവിലെ 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഷോർബയാണ് ഇവിടെ കൊടുക്കുന്നത്. 11 മണി വരെയാണ് സമയം. ദിനേന 400-ലധികം പേർക്കുള്ള ഷോർബ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ, വെക്കേഷൻ ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം 500-ലേക്കും 600-ലേക്കും അതിനേക്കാൾ കൂടുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ ഏകദേശം 2 വർഷത്തോളം ആയി നമ്മൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നടപ്പാക്കുന്നത്? പ്രധാനമായിട്ടും ഇവിടെ വരുന്ന യാത്രക്കാരും ഈ സംവിധാനം നമ്മോട് പരിചയപ്പെടുകയും ഇവിടെ വന്ന് ഷുർബ കുടിക്കുകയും അതിനുശേഷം അവർ നല്ലൊരു സംഭാവന ഇതിലേക്ക് നൽകുകയും അതുപോലെ തന്നെ മറ്റു ഗസ്റ്റുകളും ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള ആളുകളും എല്ലാം ഇതുമായി സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ ആണ്ട് ദിവസങ്ങൾ, വിവാഹ വാർഷിക ദിനങ്ങൾ, അതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേ ദിവസങ്ങൾ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ആ ദിവസത്തെ അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായി ഇവിടേക്ക് ഒരു ദിവസത്തെ ഷോർബ സ്പോൺസർ ചെയ്യുന്നവരും 2 ദിവസത്തെ ഷോർബ സ്പോൺസർ ചെയ്യുന്നവരൊക്കെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. വെള്ളി അല്ലാത്ത ദിവസങ്ങളിലെല്ലാം രാവിലെ എന്ന് പറയും. വെള്ളിയാഴ്ച എങ്ങനെയാണ്? വെള്ളിയാഴ്ച ഷോർബ ഇല്ല. ജുമക്ക് വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഭക്ഷണം ഇവിടെ ജുമക്ക് ശേഷം നൽകുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ പള്ളിയിൽ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് വീട് എത്തുമ്പോഴേക്ക് തീർന്നു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്താത്തൊരു പ്രശ്നം ഉണ്ടാകൂലേ? അത് മറികടക്കാൻ എന്താ നിങ്ങൾ കണ്ടത്? വെള്ളിയാഴ്ച ദിവസത്തെ ഭക്ഷണം ടോക്കൺ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജുമക്ക് വരുന്ന ആളുകൾ പള്ളിയിൽ ജുമക്ക് മുമ്പ് തന്നെ പള്ളിയുടെ കൗണ്ടറുകളിൽ നിന്ന് ടോക്കൺ നൽകുകയും ആ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ചത്തെ ഭക്ഷണം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോക്കൺ ലഭിച്ചവർക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കുന്ന കാര്യം ഉറപ്പാണ്. അതെ, ആ രൂപത്തിൽ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുണ്ട്. ആരോഗ്യകരവും സ്വാദിഷ്ടവുമായ ഷുർബയുടെ വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടി ഇത് തയ്യാറാക്കുന്ന മരക്കാർ ഹാജിയും അബ്ദുറഹ്മാൻ കയും നമ്മോടൊപ്പം ചേരുകയാണ്. ഷുർബഖാന എന്നുള്ളത് മർക്കസ് നോളജ് സിറ്റിയുടെ തന്നെ ഒരു അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഷുർബയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ ഉത്ഭവം എൻ്റെ വലിയപ്പ, എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ ചെറുപ്പകാലത്തിൽ കിറക്കണിക്കഞ്ഞിൻ്റെ മരുന്നിന് കൂട്ട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് അതിനെപ്പറ്റി ഞാനിങ്ങനെ മനസ്സിലാക്കുകയും ചെയ്ത് അതിൽ എന്തൊക്കെ മരുന്നുകളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഷുർബഖാന എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഇവിടെ വരുന്നത്. അങ്ങനെ അക്കീം ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കണം, നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയാണ് ഈ ഔഷധക്കഞ്ഞിയായിട്ട് മാറുന്നത്. ഇതിന് 43ഓളം കൂട്ടുകൾ വരും. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈദ്യായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയാം, അങ്ങനെ ആയിട്ട് പറയൂല. പിന്നെ ഇതിൽ 2 തരം ചീര ചേർക്കും, ചീരൻ്റെ ഇല ചേർക്കും, പയറ് ചേർക്കും, ക്യാരറ്റ് ചേർക്കും, ചുരങ്ങ ചേർക്കും, വൈദ്യരിങ്ങ ചേർക്കും. അത് ഒരു ഐറ്റം. അങ്ങനെ പച്ചക്കറി ഐറ്റങ്ങളൊക്കെ ചേർക്കുന്ന പറഞ്ഞത്. അതൊക്കെ കണ്ടമാനല്ല, ഒരു മിതമായ നില. എൻ്റെ കുടുംബക്കാരൻ അബ്ദുറഹ്മാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ഓനും മരുന്നുകളൊക്കെ പൊടിച്ചു കൊടുക്കും. മറ്റുള്ള മരുന്നുകൾ അതിൽ 2 മരുന്നുകളൊക്കെ പൊടിച്ചു കൊടുക്കും. ഓരൊക്കെ അതിൻ്റെ വിധങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിന് നമ്മൾ എന്നും ഇത് നടക്കൂലല്ലോ. അപ്പോൾ ഇതിനൊരു തലമുറ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിലും ഓര് തന്നെ ചെയ്യും. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും. ഈ കഞ്ഞി ഇവിടെ അല്ലാതെ വേറെ ഒരിടത്തും കിട്ടാൻ പാടില്ല, കിട്ടൂല. ഞാനിവിടെ വരുന്നത് ശമ്പളത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നല്ല. എല്ലാത്തിനും ആൾക്കാർ ഇവിടെ നിന്ന് ദുആ ചെയ്യുകയും അതിലൊക്കെ എൻ്റെ ഉൾപ്പെടുത്തലുണ്ടാകുക. അപ്പോൾ അന്നേക്കാണ് ഇവിടെ വരികയാവുകയും ചെയ്യുന്നത്. ഇതിൽ പച്ചക്കറികൾക്ക് പുറമെ ചില ഇലകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന 2 തരം ഇലകൾ, മല്ലിച്ചപ്പ്, അത് ഒക്കെ ചേർക്കും. എന്താ നല്ല മനുഷ്യന് ഉപയോഗിക്കുന്ന നല്ല സാധനങ്ങളൊക്കെ അതിൽ അന്നത്തെ സമയത്ത് കിട്ടുന്നതൊക്കെ ചേർക്കും. എത്ര പേർക്ക് വീതമാണ് ശരാശരി ഉണ്ടാക്കാറുള്ളത്? 400-500 ആൾക്ക് ശരാശരി ഉണ്ടാക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ഒരു 600-700 ആൾക്കൊക്കെ തിരക്കിനനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. സമയം 9 മണി മുതൽ 11 മണി വരെ. ഭക്ഷണ വിതരണത്തിന് വലിയ പുണ്യം നൽകപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാരനും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെയുള്ളവർക്കാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. സന്തോഷകരമായ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിനങ്ങളിലുമെല്ലാം ഇവിടെ നമുക്ക് ഭക്ഷണ വിതരണങ്ങൾ നടത്താം. ഇതിലൂടെ വലിയ പുണ്യം നേടാനും ഒരുപാട് മനുഷ്യരുടെ വിശപ്പകറ്റാനുമാണ് നമുക്ക് സാധ്യമാകുന്നത്.